ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നെയ്ക്കുമ്പളവും നമ്മുടെ പുളിഞ്ചിക്ക ഇലിമ്പൻ പുളി എന്ന് പറയും. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു കറിയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനത് രണ്ടും ചെറുതായിട്ടൊന്ന് നമ്മൾ പച്ചടിക്കൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൺചട്ടിയിലോ വെച്ചിട്ട് കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ കേട്ടതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്കൊരു അരപ്പ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, രണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. ഒപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളവും നമ്മുടെ ഇലിമ്പൻ പുളിയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കറിൽ വെച്ച് വെന്തതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരപ്പും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് ഒത്തിരി അങ്ങ് തിളച്ച് പോകരുത്. മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല പത പോലെ വരുന്ന സമയം ഇതുപോലെ വരുന്ന സമയം തീ അങ്ങ് ഓഫാക്കി വയ്ക്കുക. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു താളിപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി ഇവിടെ തൈര് ചേർക്കാത്ത നല്ല പുളിയുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് അല്പം എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒഴിച്ചുകറിയിലേക്കൊന്ന് ഒഴിച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കുക. അതിന് ശേഷം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തൈരില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു മോരുകറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.